ഞാൻ പറയാം സ്റ്റോറി ഓഫ് ടു ബ്രിഡ്ജസ്. ശരിക്കും ടു ബ്രൈഡ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. ടു ബ്രിഡ്ജസ് ആൻഡ് ടു ബ്രൈഡ്സ് ആണ്. കറക്റ്റാണ് ക്യാപ്ഷൻ. നോക്കിയപ്പോഴാണ് കണ്ടത്. ഈ ഇതിന്റെ ടൈറ്റിലാണ് കേട്ടോ, നമ്മളൊരു സോങ്ങിന്റെ ടൈറ്റിലാണ് ഇത്, ശാന്തമീ രാത്രി എന്നൊരു സോങ്. ആ സോങ് എത്രമാത്രം ഇഷ്ടപ്പെട്ട സോങ്ങാന്ന് എല്ലാവർക്കും അറിയാം, പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. അത്തരമൊരു ടൈറ്റിൽ വന്ന എന്താണെന്ന് ജയരാജ് സാറിനോട് ചോദിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു നൊസ്റ്റാൾജിക്കാണ്. ഞങ്ങൾ ആ സമയം ഇവാന്യൂസിൽ പഠിക്കുന്നു, ഈ ആ സമയം ഞങ്ങൾ തിയേറ്ററിൽ എൻജോയ് ചെയ്ത പാട്ടുകൾ ഒന്നാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു സ്റ്റൈല് ഡിഫൈൻ ചെയ്തൊരു മൂവിയാണ് അത്. ടോട്ടലി ഒരു വ്യത്യസ്തപ്പെട്ട ഒരു എന്താണ്, കോസ്റ്റ്യൂമിലാണെങ്കിലും ഡാൻസ് ആണെങ്കിലും വില്ലൻ്റെ പ്രസൻറ്റേഷനിലാണെങ്കിലും ആ സമയത്ത് ഞങ്ങളെല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടും പടവും. സോങ് പ്രത്യേകിച്ച് എസ് പി വെങ്കടേഷ് ആയിരുന്നു. ആ സോങ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ആ സമയത്ത്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ നമ്മുടെ അന്നും ഇന്നും ഈ ടൈറ്റിൽ. അതെ അതെ, അത് ഒരു പബ്ബിൽ നിന്ന് ബെറ്റ് വെച്ച് മമ്മൂക്കയുടെ ക്യാരക്ടർ ജഗതി ചേട്ടനുമായിട്ട് ബെറ്റ് വെച്ച് മദ്യവെച്ചിട്ട് പുറത്തേക്ക് വന്ന് ആ രാത്രി മുഴുവൻ ആഘോഷിക്കുകയാണ്. അപ്പോൾ അത് പ്രഭുദേവയാണ് എൻ്റെ ഡാൻസ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് മമ്മൂക്ക ഡാൻസ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിലും ഈ പ്രഭുദേവ മമ്മൂക്കയുടെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്നുള്ള വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ മൊമെൻറ്റ്സിലൂടെ അത് എക്സ്പ്ലോർ ചെയ്തു. ഇപ്പം പുതിയൊരു സിനിമയിൽ തുടരുമെന്നുള്ള സിനിമയിൽ ആ പാട്ട് നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്തപ്പോൾ വീണ്ടും കുറച്ചുകൂടെ അത് എന്തായി ആക്റ്റീവായി. ഇപ്പോഴും ആ യൂത്ത്ഫുൾനെസ് നിൽക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടത് 30 വർഷം മുൻപ് ചെയ്തൊരു പാട്ട് ഇന്ന് ആൾക്കാർ അതിനേക്കാൾ ആവേശത്തിൽ എടുക്കുകയാണ്. നമുക്ക് ശാന്തമീ രാത്രി എന്താണെന്ന് വെച്ചാൽ ആ പാട്ട് മാത്രമല്ല, ഈ ഒരു രാത്രിയാണ് ഈ കഥയുടെ പ്രധാനം. അന്നൊരു രാത്രിയിൽ നടക്കാതെ പോയൊരു സ്വപ്നം വീണ്ടും കാലങ്ങൾക്ക് ശേഷം ഈ ഒരു രാത്രി, അതേ രാത്രിയിൽ അത് ഫുൾഫിൽ ആവുമോ ഇല്ലയോ എന്നുള്ളതാണ് സിനിമയുടെ ചോദ്യം, ആ ലവ് സ്റ്റോറിയുടെ അൾട്ടിമേറ്റ്. അപ്പോൾ അത്രയും പ്രാധാന്യമുണ്ട് ഈ പേര്. കുറേ ആലോചിച്ചിട്ടാണ് ഈ പേര് കിട്ടിയത്. കാരണം നമുക്ക് നമ്മുടെ പടത്തിൻ്റെ പാട്ടിൻ്റെ പേര് തന്നെ ഇടുക എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിക്കും പലരും. പക്ഷേ ഈ സിനിമയിൽ ഒരു ക്രിസ്മസ് രാത്രി പാതിരാ കുർബാനയ്ക്ക് എല്ലാവരും പോയി കഴിയുമ്പം ആ മൂന്നാറിലെ തൂക്കുപാലത്തിൻ്റെ അരികിൽ കാത്തു നിന്ന 2 കഥാപാത്രങ്ങളുടെ കഥയാണ് പറയും. അപ്പോൾ ആ രാത്രിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അല്ല, ഈ ഇപ്പോഴും സാറ് പറഞ്ഞു വരുമ്പോൾ ഈ പാട്ടിൻ്റെ പ്രാധാന്യം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പാട്ട് ഇപ്പോഴും നമ്മുടെ മനസ്സിലുള്ള പാട്ട് തന്നെയാണ്. ഇത്ര ഒരു പേരിട്ടപ്പോഴും ആ ഒരു ദിവസത്തെ രാത്രിയിലെ ക്രിസ്മസ് രാത്രിയുടെ കഥയാണെന്ന് പറയും. പക്ഷേ ഇപ്പോഴും ഈ ഇത്തരം പാട്ടുകൾ, ഇപ്പോൾ നമ്മൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഈ പാട്ട് ചർച്ച ചെയ്യുവാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ ജാസ്തി ഉൾപ്പെടെയുള്ളവരായിരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾ ഇങ്ങനെ ചർച്ചയ്ക്ക് നിൽക്കാതെ പോകുന്നുണ്ട്. പാട്ടുകൾ വരുന്നു, നമ്മൾ മറന്നു പോകുന്നു. പണ്ടത്തെ പോലെ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ തറയ്ക്കുന്നില്ല പല പാട്ടുകളും. അത്തരമൊരു പ്രവണത ഈ മലയാള സിനിമയിൽ പാട്ടുകൾ വരുന്നുണ്ട്. ജാസിയുടെ ഒരു കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? എനിക്ക് സോങ് ഒരു സീസണലായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു സീസണിൽ അതിപ്പോൾ ഞങ്ങൾ പെർഫോം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു സീസണിലെ പാട്ടുകളെന്ന് നമുക്ക് പറയാൻ പറ്റും. അത് അല്ലാതെ ഇല്ലാതില്ല. പക്ഷെ പാട്ടുകൾ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാട്ടുകൾ ഒത്തിരി വരാറുണ്ട്. പഴയതിനെക്കാട്ടിലും എനിക്ക് തോന്നാറുണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അതുപോലെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഡിപ്പെൻസ് ആണ്. കാര്യം നമുക്കിപ്പോൾ ഒത്തിരി സംഭവങ്ങൾ വീണ്ടും നമുക്ക് കാണാനുള്ള ഇതുണ്ട്. പെട്ടെന്ന് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ തായ്ലൻഡിലെ പാട്ട് ഇപ്പോഴും ഹിറ്റാണ്. ഞാൻ വിളക്കൊക്കെ പാടും തായ്ലൻഡിലെ പാട്ടാണ്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കാരണമുള്ള ലിമിറ്റേഷൻ പെട്ടെന്നങ്ങ് ഫ്ലറപ്പ് ചെയ്ത് ഭയങ്കര ലെവലിലേക്ക് പോകും. പിന്നെ പെട്ടെന്ന് അടുത്ത പാട്ട് വരുമ്പോഴേക്കും അതിലേക്ക് മാറുന്നു. അതിൻ്റെ സ്പാനും നമുക്ക് കുറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫിലിംസ്, അത്രയധികം സിനിമകൾ ഇറങ്ങുന്നു. എല്ലാം ഡിഫറെൻ്റാണ്. കുട്ടികളൊക്കെ നല്ല മിടുക്കരാണ്. അവർ ആ ഒരു പാട്ടിൻ്റെ കാര്യത്തിലും പാടുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര ഒന്നിനൊന്നും മെച്ചമാണ്. അല്ല, എത്ര നല്ല സിംഗേഴ്സ് ഉണ്ട്. അന്ന് ജാസി വരുമ്പോൾ ജാസി മാത്രമാണെങ്കിൽ ഇപ്പോൾ എത്ര പേരുണ്ട്. അതെ അതെ, ഇപ്പം ആളുകൾ ടിനി വരെ അതിലേക്ക് ഇറങ്ങിയില്ലേ? ടിനി പാടും. ടിനി ഏത് പക്ഷേ ആ പാടുന്നത് ഇംഗ്ലീഷൊന്നുമില്ല, വേറെ ഏതാണ്. ഇനി വരേന്ന് പറയുമ്പോ ഞാൻ അത്രയും ലോക്കലാണെന്നുള്ളതാണോ? അങ്ങനെയല്ല, ടിനി ഇപ്പൊ അതിലേക്ക് അഭിനയത്തിൽ മാറിയിട്ട് റാപ്പിലേക്ക് ഇറങ്ങിയില്ലേ? എനിക്ക് മ്യൂസിക് പണ്ടേ ഇഷ്ടമായിരുന്നു. അല്ല, കുറച്ച് നാളായുള്ളൂ ഇതിലേക്ക് അടുത്ത് വന്നിട്ട്. എത്ര ഷോകൾ ചെയ്തു എന്നറിയോ?
അത് വേറെ ഷോ കാണാൻ പോയിട്ടുണ്ട്. അല്ല, പാട്ട് പാടിയ പ്രശ്നമില്ല, വേറെ എന്തെങ്കിലും പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അതുകൊണ്ട് ഇതിലേക്ക് തിരിച്ചു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.